ബീച്ച് റോഡിൽ വച്ച് ആഡംബര കാറുകളുടെ പ്രമോഷൻ വീഡിയോ ചിത്രീകരണത്തിനിടെ 20-കാരനായ ആൽവിൻ മരിച്ച സംഭവത്തിൽ അപകടമുണ്ടാക്കിയ കാറിന്റെ യഥാർത്ഥ ഉടമസ്ഥയെ കണ്ടെത്തി. ഹൈദരാബാദ് സ്വദേശി അശ്വിൻ ജെയിന്റെ പേരിലാണ് കാർ എന്നാണ് ആദ്യം വിവരം കിട്ടിയത്. പിന്നീടുള്ള വിശദമായ അന്വേഷണത്തിൽ കോഴിക്കോട് സ്വദേശിനിയായ യുവതിയുടെ പേരിലാണ് കാർ എന്ന് കണ്ടെത്തി. ഹൈദരാബാദിലെ കമ്പനി ഡൽഹിയിലെ മറ്റൊരു കമ്പനിക്ക് കാർ വിൽക്കുകയും ആ കമ്പനിയിൽ നിന്ന് കോഴിക്കോട് സ്വദേശിനി കാർ വാങ്ങുകയും ചെയ്തു. വാഹനത്തിന്റെ ഉടമസ്ഥത മാറ്റാതിരുന്നതാണ് ആശയക്കുഴപ്പത്തിന് കാരണം. കാർ ഡൽഹിയിലെ കമ്പനിയുടെ ഉടമസ്ഥതയിൽ തന്നെ തുടർന്നതോടെ പോലീസ് ആദ്യം അന്വേഷിച്ചപ്പോൾ യഥാർത്ഥ ഉടമസ്ഥയെ കണ്ടെത്താൻ സാധിച്ചിരുന്നില്ല. വിൽപ്പനാ കരാർ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. യുവതിയുടെ പേരിലേക്ക് കാർ മാറ്റിയിരുന്നില്ല. വെള്ളയിൽ പോലീസ് ഹൈദരാബാദ്, ഡൽഹി എന്നിവിടങ്ങളിൽ നടത്തിയ അന്വേഷണത്തിലാണ് ഇക്കാര്യം വ്യക്തമായത്. അതേസമയം പോലീസ് അന്വേഷണം ഊർജിതമാക്കണമെന്ന ആവശ്യവുമായി ആൽവിന്റെ കുടുംബം രംഗത്തെത്തി. അപകടത്തിൽ ദുരൂഹതയുണ്ടോ എന്നതടക്കം അന്വേഷിക്കണമെന്നും മരിച്ച ആൽവിന്റെ അച്ഛൻ സുരേഷ് ആവശ്യപ്പെട്ടു. കഴിഞ്ഞ ഡിസംബർ 11-നാണ് ബീച്ച് റോഡിൽ വെച്ച് ആഡംബര കാറുകളുടെ പ്രമോഷൻ വീഡിയോ ചിത്രീകരിക്കുന്നതിനിടെ വടകര കടമേരി തച്ചിലേരി താഴെക്കുനി സുരേഷിന്റെയും ബിന്ദുവിന്റെയും മകൻ ആൽവിൻ കാറിടിച്ച് മരിച്ചത്. സംഭവത്തിൽ മനഃപൂർവ്വമല്ലാത്ത നരഹത്യ, അശ്രദ്ധമായ ഡ്രൈവിംഗ്, ഇൻഷുറൻസ് ഇല്ലാത്ത വാഹനമോടിച്ചു തുടങ്ങിയ വകുപ്പുകൾ ചുമത്തി കാറോടിച്ച മഞ്ചേരി സ്വദേശി സാബിത്ത് റഹ്മാനെ അറസ്റ്റ് ചെയ്ത് ജാമ്യത്തിൽ വിട്ടിരുന്നു. അപകടം നടന്ന് 1.5 മാസം പിന്നിട്ടിട്ടും അന്വേഷണം പൂർത്തിയായിട്ടില്ല. ഈ സാഹചര്യത്തിൽ അന്വേഷണം വേഗത്തിലാക്കണമെന്നാണ് കുടുംബം ആവശ്യപ്പെടുന്നത്. അപകടത്തിന്റെ CCTV ദൃശ്യം പുറത്തുവിട്ട് സംഭവത്തിലെ ദുരൂഹത നീക്കാൻ പോലീസ് തയ്യാറാകണമെന്ന് കുടുംബം ആവശ്യപ്പെട്ടു. കാറിന് ഇൻഷുറൻസോ ടാക്സ് അടച്ച രേഖകളോ ഉണ്ടായിരുന്നില്ല. വെള്ളയിൽ പോലീസ് അടുത്തിടെ തെലങ്കാനയിലെ അശ്വിൻ ജെയിനെ കണ്ടെത്തി. രജിസ്ട്രേഷൻ മാറ്റുന്നതിനുള്ള നടപടികൾ പൂർത്തിയായി വരുന്നതിനിടയിലായിരുന്നു അപകടമെന്ന് പോലീസ് പറഞ്ഞു. ഇക്കാര്യങ്ങൾ വ്യക്തമാക്കിക്കൊണ്ടുള്ള റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിക്കുമെന്ന് പോലീസ് അറിയിച്ചിരുന്നു. മരണകാരണം തലയ്ക്ക് പിന്നിലെത്ത ക്ഷതമായിരുന്നു. വാരിയെല്ലുകൾ പൊട്ടി. കാറിടിച്ച് 12 അടിയിലേറെ ഉയരത്തിലേക്ക് തെറിച്ച് റോഡിലേക്ക് വീണ ആൽവിന്റെ മരണത്തിനിടയാക്കിയത് വാരിയെല്ലിനും നട്ടെല്ലിനുമേറ്റ പരിക്കുകളെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. ഒപ്പം തലച്ചോർ കലങ്ങിയ നിലയിലായിരുന്നുവെന്ന് റിപ്പോർട്ടിലുണ്ടെന്ന് വെള്ളയിൽ CI ബൈജു കെ ജോസ് അറിയിച്ചു. സംഭവത്തിന്റെ പശ്ചാത്തലത്തിൽ ഗതാഗത നിയമങ്ങൾ ലംഘിക്കുന്നവർക്കെതിരെ കർശന നടപടി വേണമെന്ന് മനുഷ്യാവകാശ കമ്മീഷൻ ജുഡീഷ്യൽ അംഗം കെ ബൈജുനാഥ് സംസ്ഥാന പോലീസ് മേധാവിക്ക് നിർദ്ദേശം നൽകിയിരുന്നു. അതേസമയം സംഭവത്തിന് പിന്നിൽ മറ്റെന്തെങ്കിലും ദുരൂഹതയുണ്ടോ, ഇത് മനഃപൂർവ്വം ആരെങ്കിലും ചെയ്തതാണോ എന്നതടക്കമുള്ള കാര്യങ്ങൾ അന്വേഷിക്കണമെന്നാണ് കുടുംബം ആവശ്യപ്പെട്ടിരിക്കുന്നത്.